ഹായ് ഗൈസ്, ഇന്നലെ എൻ്റെ കാവിലെ ഉത്സവമായിരുന്നു. കേരളത്തിൻ്റെ ഗ്രാമീണ ജീവിതത്തിലും പാരമ്പര്യ വിശ്വാസങ്ങളിലും ഏറെ പ്രാധാന്യമുള്ളതാണ് കാവ് എന്ന ആശയം. കാവ് എന്നത് സാധാരണയായി ഒരു ചെറിയ വനഭാഗം പോലെയുള്ള സ്ഥലമാണ്. അവിടെ ദൈവങ്ങളെ ആരാധിക്കുന്നതാണ് പതിവ്. പ്രകൃതിയോട് ചേർന്നുള്ള ആരാധനാ രീതിയുടെ മികച്ച ഉദാഹരണമാണ് കാവുകൾ. കാവ് എന്ന് പറഞ്ഞാൽ പൊതുവെ സർപ്പക്കാവ്, ഭഗവതിക്കാവ് തുടങ്ങിയ രൂപങ്ങളിൽ കാണപ്പെടുന്നു. ഇവ സാധാരണയായി ഗ്രാമങ്ങളുടെ സമീപത്തായി നിലകൊള്ളുന്ന മരങ്ങളും ചെടികളും വെട്ടാതെ സംരക്ഷിക്കുന്നതിനാൽ കാവ് ഒരു ചെറിയ കാട് പോലെ തോന്നും. ഇതിലൂടെ പ്രകൃതി സംരക്ഷണത്തിന് വലിയ പങ്കുണ്ട്. ആചാരങ്ങൾ. കാവുകളിൽ നിരവധി ആചാരങ്ങൾ, ചടങ്ങുകൾ നടത്തപ്പെടുന്നുണ്ട്. പ്രധാനമായും പൂജകളും വഴിപാടുകളും ദൈവത്തെ സമൃദ്ധിപ്പെടുത്താൻ നടത്തുന്ന നിത്യചടങ്ങുകൾ തുടങ്ങിയവ എല്ലാം കാവുകളിൽ ചെയ്യാറുണ്ട്. വേലകളും ഉത്സവങ്ങളും പ്രത്യേക ദിവസങ്ങളിൽ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കുടുംബക്കാവ്. ഇത് വടക്കൻ കേരളത്തിൽ പൊതുവെ ഏറ്റവും കൂടുതൽ കലാരൂപവും ദൈവം മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന തെയ്യമാണ്. പക്ഷേ നമ്മളെ കാവുകളിൽ കോമരങ്ങൾ ശ്രദ്ധേയ കേന്ദ്രമാണ്. കോമരം എന്ന് പറയുന്നത് ഇവരെ ദൈവത്തിൻ്റെ ദൂതനായിട്ടാണ് ശരിക്കും നമ്മൾ കാണപ്പെടുന്നത്. കോമരം സാധാരണയായി ചുവന്ന വസ്ത്രം ധരിക്കുന്നവരുണ്ട്, കാവി വസ്ത്രം ധരിക്കുന്നവരുണ്ട്, കറുപ്പ് വസ്ത്രം ധരിക്കുന്നവരുണ്ട്. അവർ കയ്യിൽ വാളല്ലെങ്കിൽ കൊടുവാൾ പിടിച്ചിരിക്കും. നമ്മളെ അമ്പലങ്ങളിലൊക്കെ പൊതുവെ വാളാണ് കയ്യിൽ പിടിച്ചിരിക്കുക. പൂജാ സമയത്ത് ഇവർ ദൈവത്തിൻ്റെ ദൂതനെ പോലെ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരാണ് കോമരങ്ങൾ എന്നാണ് നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസം. കോമരം നൃത്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉറഞ്ഞു തുള്ളുക നമ്മൾ നൃത്തരൂപം എന്ന് പറയും. ചിലപ്പോൾ പ്രവചനങ്ങൾ പറയുകയും ചെയ്യും. ഗ്രാമവാസികൾ അവരുടെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കായി വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ആത്മീയ ദൈവവിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ് ചില കാവുകൾ. പരിസ്ഥിതി സംരക്ഷണം, കാവുകൾ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. കാവുകളും അവിടുത്തെ ആചാരങ്ങളും കോമരങ്ങളും കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇത് വെറും വിശ്വാസമല്ല, പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ ബന്ധത്തിൻ്റെ പ്രതീകമാണ്. പിന്നെ കൂടാതെ ഒട്ടനവധി കലാരൂപങ്ങൾ, കലാപരിപാടികളും നമ്മളെ അമ്പലങ്ങൾ, കാവുകളിൽ നടത്താറുണ്ട്. നമ്മളെ കാവുകളിൽ നടത്താറുന്ന പ്രത്യേക പരിപാടികളിൽ ഒന്നാണ് തിരുവാതിരക്കളി. നമ്മുടെ നാട്ടിലുള്ള നമ്മളവിടുത്തെ എല്ലാ ചേച്ചിമാരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് തിരുവാതിര. അതുകൂടാതെ ഒട്ടനവധി നാട്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളും കുച്ചിപ്പിടി, ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിവ ഒത്തിണക്കിയാണ് നമ്മളവിടെ പരിപാടി നടത്താറ്. ഒട്ടനവധി ആൾക്കാർ വരാറുണ്ട്. വർഷത്തിലും നമ്മൾ നടത്തുന്ന പരിപാടിയാണ്. ഉത്സവങ്ങളുടെ ഇടയിലൂടെ പ്രത്യേക രീതിയിൽ നടത്തുന്ന കരിമരുന്ന് പ്രയോഗങ്ങളും എല്ലാം കാവുകളെ ഉത്സവങ്ങളെ അതിഗംഭീരമാക്കുന്നു. ചെറിയ തോതിലുള്ള കരിമരുന്ന് പ്രയോഗങ്ങൾ, വെടിക്കെട്ട്
എന്തായാലും ഉത്സവങ്ങളൊക്കെ കൊടിയേറി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഒരു വീഡിയോസായിട്ട് നമുക്ക് പിന്നെ കാണാം.